കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ഐഹോൾ എന്ന ഗ്രാമത്തിലാണ് ഐഹോൾ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര സമുച്ചയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഉത്ഖനനത്തിൽ നിന്നും കണ്ടുകിട്ടിയ വിവിധ വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. ഇതാണ് ദുർഗാക്ഷേത്രം. ദുർഗാക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ഒരു ദുർഗാക്ഷേത്രമായിരുന്നില്ല. ദുർഗ് എന്നാൽ ഹിന്ദിയിൽ കോട്ട എന്നും അർത്ഥമുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ ഒരു കോട്ടയുടെ മാതൃകയിൽ നിർമ്മിച്ചതിനാലാകാം അത്തരമൊരു പേര് വന്നിട്ടുണ്ടാവുക. നിർമ്മിതിയിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ക്ഷേത്രമാണ് ദുർഗാക്ഷേത്രം. ബുദ്ധമത ചൈത്യങ്ങൾ നിർമ്മിക്കുന്ന രീതിയിൽ ഗജപ്രസ്ഥ, ആനയുടെ പിൻഭാഗം എന്ന പോലെയാണിത് പണി തീർത്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നരസിംഹം, മഹിഷാസുരമർദിനി, വരാഹം, വിഷ്ണു, ശിവ, അർദ്ധനാരീശ്വരൻ എന്നീ ശില്പങ്ങൾ ഉണ്ട്. വെളിച്ചവും വായുവും കടക്കാൻ വേണ്ടി നിർമ്മിച്ച കൂറ്റൻ കൽജനാലകളും സൂക്ഷ്മമായ കൊത്തുപണികളും മേൽക്കൂരയിലെ കല്ലുകളുടെ വിന്യാസവുമൊക്കെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. പ്രദക്ഷിണപഥം കഴിഞ്ഞാണ് വീണ്ടും ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. ഇവിടെ കൊത്തിയെടുത്ത ജീവസുറ്റ പ്രതിമകൾ 1500 വർഷങ്ങൾക്ക് ശേഷവും വലിയ മാറ്റമൊന്നും കൂടാതെ ഇന്നും നിലനിൽക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദുർഗാക്ഷേത്രം മനോഹരമാണ്. ഇവിടെ ASI നിർമ്മിച്ച മനോഹരമായ പൂന്തോട്ടവും നമുക്ക് കാണാൻ കഴിയും. ഐഹോൾ തികച്ചും നാട്ടിൻപുറമാണ്. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അതിൻ്റെ വിലയും മറ്റും ചോദിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ മുന്നോട്ട് വന്നു. പലരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പോകാനും പരിചയപ്പെടാനും വെമ്പൽ കൂട്ടിയിരുന്നു. ഈ ദുർഗാക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ നിരവധി ചെറുക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ പുഷ്കരണികളും. ഓരോ ക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പാതകളും നിർമ്മിച്ചിട്ടുണ്ട്.
ഇതാണ് സൂര്യനാരായണ ഗുഡി ക്ഷേത്രം. 7 മുതൽ 8 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം വടക്കേ ഇന്ത്യയിൽ കാണുന്ന നഗരക്ഷേത്ര നിർമ്മാണ മാതൃകയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇതാണ് ചക്രഗുഡി ക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് അവലംബിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പുലികേശി രണ്ടാമൻ്റെ മകൻ വിക്രമാദിത്യ ഒന്നാമൻ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതൊരു ദുർഗാക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനടുത്തും മറ്റൊരു പുഷ്കരണി കാണാം. ഇതാണ് ഗൗഡാരഗുഡി ക്ഷേത്രം. തദ്ദേശീയനായ ഒരു ഗൗഡ ഇതിനുള്ളിൽ താമസിച്ചിരുന്നതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു ദുർഗാക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. ഇത് ഐഹോളിൽ നിർമ്മിച്ച ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കാണാം. ഇതാണ് ലാഡ് ഖാൻ ക്ഷേത്രം. ഐഹോളിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രമാണിത്. ഗർഭഗൃഹവും മുഖമണ്ഡപവും കാണാം. സാധാരണ ക്ഷേത്ര നിർമ്മാണ രീതിയിൽ നിന്ന് മാറി മരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന രീതിയിൽ കല്ലുകൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ബീജാപ്പൂർ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ആദിൽ ഷാ സുൽത്താൻ്റെ കമാൻഡറായ ലാഡ് ഖാൻ ഈ ക്ഷേത്രത്തിൽ താമസിക്കുകയും ഒരു സായുധ സേന ആസ്ഥാനമാക്കിയതും ആണ് ലാഡ് ഖാൻ ക്ഷേത്രമെന്ന പേര് വരാൻ കാരണം. ഇതാണ് ബാഡിഗർ ഗുഡി ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത കാലത്ത് ഒരു കാർപ്പൻ്റർ ഫാമിലി ഇതിൽ താമസിച്ചതിനാലാണ് ബാഡിഗർ ഗുഡി എന്ന് വിളിക്കുന്നത്. പഴയ കാലത്ത് ഇതൊരു സൂര്യക്ഷേത്രമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. വടക്കേ ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലിയിലാണത് നിർമ്മിച്ചത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മല്ലികാർജുന ക്ഷേത്ര സമുച്ചയമാണ്. ഇവിടെ 5 ക്ഷേത്രങ്ങളാണുള്ളത്. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങൾക്ക് മുഖമണ്ഡപവും രംഗമണ്ഡപവും ഗർഭഗൃഹവും ഉണ്ട്. നിരവധി ശില്പങ്ങളും തൂണുകളിലും മറ്റും കാണാം. വടക്കേ ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. AD 450-ൽ ഐഹോൾ കേന്ദ്രമാക്കി ജയസിംഹനാണ് ചാലൂക്യ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരേന്ത്യൻ ക്ഷേത്ര മാതൃകകളും ദക്ഷിണേന്ത്യൻ നിർമ്മാണ രീതികളും ഇവിടെ പരീക്ഷിച്ചു നോക്കിയപ്പോഴാണ് വിവിധ ശൈലിയിലുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടാണ് ഐഹോളിനെ ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങൾ ഭൂരിഭാഗം ഹിന്ദുക്കളും കൂടാതെ ജൈന ബുദ്ധ മത വിഭാഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ചാലൂക്യ രാജാക്കന്മാർ ഇതര മതസ്ഥരോട് കാണിച്ച പ്രതിബദ്ധത ഐഹോളിലും കാണാവുന്നതാണ്. പിന്നീട് AD 543 മുതൽ 566 വരെ ഭരിച്ച ചാലൂക്യ രാജാവ് പുലകേശി ഒന്നാമനാണ് ഐഹോളിൽ നിന്ന് ബദാമിയിലേക്ക് തലസ്ഥാനം മാറ്റിയത്. ചാലൂക്യരെ തുടർന്ന് ഈ ഭൂവിഭാഗം വിജയനഗരവും ആദിൽ ഷാ രാജാക്കന്മാരും ഔറംഗസേബ്, മറാത്ത ഭരണാധികാരികൾ, ഹൈദരലി, ടിപ്പു, തുടർന്ന് ബ്രിട്ടീഷുകാരും ഭരിക്കപ്പെടുകയുണ്ടായി. കാടുകയറി മൂടിയ ഐഹോളിനെ വീണ്ടും കണ്ടെത്തിയത്
ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന ബ്രിഗ്സ് ആയിരുന്നു. ബാഗൽകോട്ട് ജില്ലയിലെ മാലപ്രഭ നദീതീരത്ത് ഏകദേശം 5 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം വിവിധ ശൈലികളിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ കാണാനാകുമെന്നതിനാൽ അതിൻ്റെ ചരിത്ര പ്രാധാന്യം വർദ്ധിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും കമൻറ്റുകളായും രേഖപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം.